ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിലുള്ള ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആവാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. ബിക്കോസ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള കുറേ മിത്തുകളുണ്ടല്ലോ, കുറേ തെറ്റിദ്ധാരണകൾ, അത് ഏറെക്കുറെ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിക്കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, ഞാനൊരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ കോഴ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചെറിയ രീതിയിൽ ആഡ്സ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ആഡ് കണ്ട് എന്നെ വിളിക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. എന്താണ് കോഴ്സ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് മിക്ക ആൾക്കാരും, അതായത് ഏകദേശം 85% ആൾക്കാരും പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ ഈ വീഡിയോ നിങ്ങൾ കാണാതെ മൊത്തവും വാച്ച് ചെയ്യുക. ബിക്കോസ് സം തിങ്സ് ഈസ് ഗോയിങ് ടു അൺബോക്സ് ഇൻ ദിസ് വീഡിയോ, ദ മെനി മിത്സ് ആർ ഗോയിങ് ടു ബ്രേക്ക് ഇൻ ദിസ് വീഡിയോ. ഓക്കെ, സോ ഇവരുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ലോസ് 5 ലക്ഷം രൂപയാണ്, ലോസ് 20 ലക്ഷം രൂപയാണ്, 10 ലക്ഷം രൂപ. അങ്ങനെ ഇതേപോലെ 5 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ലോസ് വരുന്ന ആൾക്കാർ എന്നെ വിളിച്ചു. ഏകദേശം ഒരുപാട് നല്ല രീതിയിലുള്ള ആൾക്കാരാണ് ഈ കാര്യങ്ങളെ വിളിച്ചതും. ലോസ് ഉള്ളത് മെജോറിറ്റി എന്ന് പറയുമ്പോഴേക്കും കൂടുതലും ലോസ് ഉള്ള ആൾക്കാരല്ലേ വിളിക്കത്തുള്ളൂ. അപ്പം ഏകദേശം ഒരു 60 പേരെങ്കിലും ഇത്രയും എമൗണ്ട് ലോസ് ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ലോസ് ആവറേജ് എടുക്കുമ്പോഴേക്കും 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയുള്ള ആണ് ആവറേജ് ലോസ് എല്ലാവരുടെയും. 5 ലക്ഷത്തിൽ കുറഞ്ഞ ലോസ് ആരുടെയും ഞാൻ ആസ് ഓഫ് നൗ സംസാരിച്ചതിൽ കേട്ടിട്ടില്ല. എന്നാൽ ഈ വ്യക്തികൾ മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാതാണ് ഇവർ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ട്രേഡ് ചെയ്യുന്നത്, അതും ഇത്ര ഹെവി എമൗണ്ടിൽ. എന്നിട്ട് അവരുടെ പറച്ച് കേട്ടിട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവർ വളരെ പൊങ്ങച്ചത്തോടാണ് പറയുന്നത്. എനിക്ക് 5 ലക്ഷം രൂപയുടെ ലോസ് ഉണ്ട്, 20 ലക്ഷം രൂപയുടെ ലോസ് ഉണ്ട്, വളരെ പൊങ്ങച്ചത്തോടെ. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു പുച്ഛമാണ് അവരോടൊക്കെ തോന്നിയത്. അതായത് ഇത്രയും രൂപ ലോസ് ആക്കിക്കൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. കണ്ടിന്യൂ ലോസാണ്, എന്നാലും അവർക്കൊരു അഡിക്ഷൻ ആയെന്നൊക്കെയാണ് പറയുന്നത് ട്രേഡിങ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഈ ലോസ് ഉണ്ടാക്കുന്ന ആൾക്കാർ അവരൊരു 2000 രൂപയ്ക്ക് പോലും സെൽഫ് ലേണിംഗ്, അതായത് എന്തെങ്കിലും പഠിക്കണം എന്നുള്ള ആഗ്രഹമില്ലാത്ത ആൾക്കാരാണ് അല്ലേ. ഒരു മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യാനുള്ള പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ആ പൈസ നഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാൽ അവർ എന്താ ചെയ്യുന്നത്? സ്വയം ട്രേഡ് ചെയ്ത് അവിടെയും ഇവിടെയും യൂട്യൂബ് വീഡിയോസിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് യാതൊരു വിധമായിട്ടുള്ള സ്റ്റെപ്സ് ഇല്ലാതെ, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇല്ലാതെ, റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാതെ ഇവർ ഹെവി ക്വാണ്ടിറ്റീസിൽ ട്രേഡ് ചെയ്ത് ഇഷ്ടം പോലെ ലോസ് ഉണ്ടാക്കുന്നു. എന്നാൽ ഒരു 2000 രൂപയുടെ കോഴ്സിൽ ചേരാനുള്ള പോലും ഡെയറിങ് ഇല്ല, ലക്ഷങ്ങളുടെ ലോസ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത് കേട്ടിട്ട് തോന്നിയത്? കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഓക്കെ, എല്ലാവർക്കും പെട്ടെന്ന് പണം ഉണ്ടാക്കണം. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, അതൊരിക്കലും നടക്കത്തില്ല. ട്രേഡിങ്ങിൽ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഒൺലി ആഫ്റ്റർ നിങ്ങൾ ഒരു കംപ്ലീറ്റ് നോളജ് നേടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനു മുമ്പേ വരെ ഈ ഒരു ഫീൽഡിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ചില സമയം നിങ്ങളെടുക്കുന്ന എൻട്രി കറക്റ്റായിരിക്കും, മാർക്കറ്റ് നല്ലൊരു റൈഡ് നമുക്ക് തരും. റൈഡ് മീൻസ് നല്ലൊരു പ്രോഫിറ്റ് തരും. എന്നാൽ ചില സമയത്ത് എന്ത് പറ്റും? നിങ്ങളെടുക്കുന്ന ആ ഒരു എൻട്രി അപ്പോൾ തന്നെ തെറ്റി നിങ്ങൾക്ക് ഹെവി ലോസസ് വരികയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ബട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രോഫിറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ വേറൊരു വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു സംസാരം ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് കേട്ടതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 10-60 ആൾക്കാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ മിക്സ് ചെയ്താണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: എനിക്ക് കോഴ്സ് ഒന്നും വേണ്ട, എന്നെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെറിയ രീതിയിലൊന്ന് ഹെൽപ്പ് എന്ന് പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു, കഞ്ഞികൾ കുറച്ച്. അപ്പോൾ അവർ ഇതേപോലെ 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയൊക്കെ ലോസ് ആക്കിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? എനിക്കിനിയും ഒരു 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ
ഞാൻ എങ്ങനെയും റിക്കവർ ചെയ്യും, അല്ലെങ്കിൽ എനിക്കൊരു 2 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്യും, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ 20 lakhs ക്യാപിറ്റൽ വേണമെന്ന് പറയുന്നുണ്ട് ട്രേഡ് ചെയ്യാൻ. അങ്ങനെ അവരെല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴേക്കും ക്യാപിറ്റലാണ്. എനിക്കിനി എൻ്റെ ക്യാപിറ്റലെല്ലാം തീർന്നു, എനിക്കിനി ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ട്രേഡ് ചെയ്ത് എനിക്ക് കിട്ടുമെന്ന്. സോ എനിക്ക് എവിടുന്നേലും ഒരു ക്യാപിറ്റൽ ഇട്ടിരുന്നെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യും. ഇതാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്യും, പക്ഷേ ആ ക്യാപിറ്റൽ നിങ്ങൾ അധികം താമസിക്കാതെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. പിന്നെ ആ ഒരു കോൺഫിഡൻസ്, അത് കോൺഫിഡൻസ് അല്ല, അതൊരു ഓവർ കോൺഫിഡൻസ് ആണ്. മനസ്സിലായോ? ഇതേപോലത്തെ മിസ്റ്റേക്സ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ട്രൈ ടു കറക്റ്റ് ഇറ്റ്. കാരണം വിത്തൗട്ട് നോളജ് നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, ഏത് ഫീൽഡിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് നോളജ് ഇല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കത്തില്ല. അതേപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ദാറ്റ് മാർക്കറ്റിൽ വരുന്നതിൽ മിനിമം എത്ര രൂപ വേണം, 50,000 വേണം, 1,00,000 വേണം, അങ്ങനെയുള്ള ആൾക്കാർ. ഒരു 2,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഈ ഒരു കൈറ്റിൻ്റെ ഒരു അക്കൗണ്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സമ്മതിന് വേണ്ടി ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഹേറ്റേഴ്സ് പറയും ഫേക്കാണ്, ഇതാണെന്നൊക്കെ. സോ ഇറ്റ്സ് റിഫ്രഷ്ഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2,400 രൂപയുടെ പ്രോഫിറ്റ്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് മേളിൽ പ്രോഫിറ്റ് ഇതിൽ കാണിച്ചതാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴേക്കും വരുന്ന പ്രോഫിറ്റ് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ഒരു 4,000 to 5,000 പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ ട്രയൽ ചെയ്ത് വരുമ്പോഴേക്കും അത് 2,500 ആ ഒരു റേഞ്ചിലേ വരത്തുള്ളൂ. കാരണം മാർക്കറ്റിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴേക്കും അൺലിമിറ്റഡ് ആണ്. ആ ഒരു മൂവ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിലാണ് വർക്കൗട്ട് ആക്കേണ്ടത്. ഇതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ ചെയ്യുന്നതും അങ്ങനെയാണ്. എപ്പോഴും വലുതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് വേണം പോകാൻ. അല്ലാണ്ട് 10,000 ക്വാണ്ടിറ്റീസ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റിൽ പ്രോപ്പർ ട്രയലിങ്ങിൽ കൂടി വരണം ഞാൻ പറഞ്ഞത്. ഇനിയും ഈ സൈഡിൽ കാണുന്ന ഈ സ്ക്രീൻഷോട്ട് കണ്ടോ, ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് 1,300. ഈ 1,300 എന്ന പ്രോഫിറ്റ് ഞാൻ വെറും 4,000 എന്ന ക്യാപിറ്റലാണ് ട്രേഡ് ചെയ്തുണ്ടാക്കിയത്. അതിന് ശേഷമാണ് ഞാനൊരു ട്രയലിന് വേണ്ടിയിട്ട് ഒരു 2,000 കൂടി ആഡ് ചെയ്ത് ടോട്ടൽ 6,000 ആക്കിയിട്ട് ഈ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്. ഇതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ നമ്മൾ കുറച്ച് സ്കാൽപ്പും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യേണ്ട സ്ഥലത്ത്, റെസിസ്റ്റൻസിൻ്റെ സ്ഥലത്ത് പ്രോഫിറ്റ് ബുക്കും ചെയ്തിട്ടുണ്ട്, റീട്രേസ്മെൻറ്റിൽ റീ എൻട്രീസ് എടുത്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ക്യാപിറ്റൽ കണ്ടല്ലോ, അവൈലബിൾ മാർജിനിൽ കാണിക്കുന്നത് 6,000 ആണ്. ഇതിന്ന് ഒരു ട്രയലിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതും കൂടിയാണ്. പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാം 2,300. ട്രസ്റ്റ് മീ, ഇതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഈ പിന്നിൽ കാണിച്ചാണ്. ബട്ട് അവർ സ്ട്രാറ്റജീസ് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ്. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മുടെ പ്രൈസിൻ്റെ മൂവിങ് അനുസരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയും ഈ ഒരു എൻട്രി എവിടെയാണ് നമ്മൾ എടുത്തതെന്ന് അറിയാമോ? ഇത്രയും ഒരു മൂവ്മെൻറ്റ് കണ്ടോ? ഇത്രയും ഒരു ചെറിയ മൂവ്മെൻറ്റിലാണ് നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കട്ടെ. ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടോ? ഈ ഒരു മൂവ്മെൻറ്റിലാണ് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളിവിടെ ട്രയലിംഗ് എസിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഈ റെഡ് ക്യാൻഡിൽ മൂലം നമ്മുടെ 3,000 ബിറ്റ്വീൻ ടു 4,000 പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വന്നു 2,500. കാരണം ഈ ഒരു ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു വലിയൊരു റെഡ് ക്യാൻഡിലാണ് നമുക്ക് അവിടെ വന്നത്. സോ നമുക്ക് ഒരു ഡൗൺഫോൾ അവിടെ കാണാൻ സാധിച്ചു. ബട്ട് സ്റ്റിൽ നമ്മളവിടെ ട്രയലിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് 2,400 ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ഇൻ ലോസ്, വി ആർ എ ഗുഡ് പ്രോഫിറ്റ്. അതും നമ്മുടെ ക്യാപിറ്റൽ നിങ്ങൾ ഒന്നുകൂടി കാണാം, 6,000 റുപ്പീസിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, സോ ഒരു 5,000 ഒരു 2,000 ഉണ്ടെങ്കിൽ തന്നെ 1,500 നിങ്ങൾക്ക് എക്സ്പയറീസിൽ ട്രേഡ് ചെയ്ത് 4,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ദിവസങ്ങളുണ്ട്.
But all you have to need is proper knowledge about stock market, regarding stock market. സോ ആദ്യം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ അറിവ് നേടുക. അറിവ് നേടിയതിന് ശേഷം നിങ്ങൾ മാർക്കറ്റിൽ വന്ന് ട്രേഡ് ചെയ്യുക. ഓക്കെ, അവരുടെ കോഴ്സിലും ഇവർ ഇതിലൊന്നും ട്രേഡ് ചെയ്യാതെ സ്വന്തമായി കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോഴേക്ക് 2-3 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ഇൻഡിക്കേറ്റേഴ്സ് അപ്ലൈ ചെയ്ത് ട്രേഡ് ചെയ്യാനാണെങ്കിൽ യു ആർ ഇൻ എ റോങ് പാത്ത്. കാരണം ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു മൂവ്മെൻറ്റ് വരുന്നതിന് മുമ്പ് ഒരിക്കലും ഇൻഡിക്കേറ്റർ നിങ്ങളെ നോട്ടിഫൈ ചെയ്യത്തില്ല. ഇതിൻ്റെ അടുത്ത് നടക്കാൻ പോകുന്ന ഇതാണെന്ന് ഒരിക്കലും ഒരു ഇൻഡിക്കേറ്റർ നോട്ടിഫൈ ചെയ്യത്തില്ല. ആ മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞ് നിങ്ങൾ ആ ഇൻഡിക്കേറ്ററിലോട്ട് നോക്കുമ്പോഴാണ് കാര്യം ഇങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്. ഒരാൾ ഇൻഡിക്കേറ്ററിൻ്റെ ബേസ് ചെയ്ത് വീഡിയോസ് ഇടുമ്പോഴേക്കും നമുക്ക് വീഡിയോ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ലൈവ് ട്രേഡിങ്ങിൽ, ലൈവ് മാർക്കറ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ട് ട്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും അത് പോസിബിലിറ്റി അല്ല. എന്നാൽ ലൈവ് മാർക്കറ്റിലും വർക്ക് ചെയ്യുന്ന ട്രെൻഡ് കാണിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. സോ ബിഗിനേഴ്സ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ ലോസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ പൈസയ്ക്ക് ട്രേഡ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ആദ്യം മാർക്കറ്റിനെ പറ്റി തറോലി പഠിക്കുക. എങ്ങനെ എൻട്രി എടുക്കണം അതൊന്നും അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. മാർക്കറ്റിനെ പറ്റി തറോലി പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വരിക. സോ ഒരു 5,000 ക്യാപിറ്റലിലും ഈ പ്രോഫിറ്റ് നിങ്ങൾക്ക് 100% കിട്ടും. കാരണം എനിക്ക് 4,000 ചില്ലറ പ്രോഫിറ്റ് ഇവിടെ കാണിച്ചാണ്, മനസ്സിലാവും. അതേപോലെ തന്നെ വേറൊരു മിസ്റ്റേക്ക് മെയിൻലി ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നത് പറയുമ്പോഴേക്കും അവർ എൻട്രി എടുത്തിട്ട് അവർ ഈ ഒരു പാനലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അത് തെറ്റാണ്. എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിലാണ് നോക്കേണ്ടത്. ചാർട്ടിൽ ക്യാൻഡിൽസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അടുത്ത റെസിസ്റ്റൻസ് എവിടെയാണ്, കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, ഏത് ടൈപ്സ് ഓഫ് ക്യാൻഡിലാണ് വരുന്നത്, ഇതാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ബിഗിനേഴ്സ് ആർ സീയിങ് ദർ പാനൽ ഉള്ളി. ദാറ്റ് ഈസ് എ റോങ് തിങ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ബിഗിനിങ്ങിലേ തന്നെ കറക്റ്റ് ചെയ്തോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. So study and come into the market so that your money will be saved. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകളായിട്ട്, നല്ല നല്ല സ്ട്രാറ്റജീസായിട്ട് ഇനി ഞാൻ വീഡിയോ ഇടും, ഇഫ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ. സോ താങ്ക് യു, ബൈ.